പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഹൃദയം നിഗളിക്കുവാന്നോ, അഹങ്കരിക്കുവാന്നോ, അതോ താഴ്മയോടെ ജീവിക്കുകയാണോ? ഇന്ന് നമ്മളോട് ശോധന ചെയ്യുവാനാണ് കർത്താവ് വചനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സദൃശ്യവാക്യത്തിൽ 18-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാശം വരുന്ന മുമ്പേ നമ്മൾ നിഗളിക്കും. നമുക്കുള്ളതിൽ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിന് നമ്മൾ നിഗളിക്കും. ഞാനാണ് നേടിയത്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. നമ്മൾ ആർക്കും ബഹുമാനം കൊടുക്കാതെ എൻ്റെ കാര്യം, ഞാൻ പറയുന്നതാ സത്യം എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു നിഗളം കൊണ്ടുവരും, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടുവരും. പ്രൗഡ് അങ്ങനത്തെ ഒക്കെ ഞാൻ എന്നൊരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാശത്തിന് വേണ്ടിയാണ് ആ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 2-ാം ഭാഗത്തിൽ ഇപ്രകാരം ഇരിക്കുന്നത്: മാനത്തിന് മുമ്പേ താഴ്മയുള്ളവന് മാനം കിട്ടും. ഈ ഭൂമിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. താഴ്മയുള്ളവരായിരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരുടെ വാക്കുകളെ കേൾക്കുക, സഹായിക്കുക. അഹങ്കാരം ജീവിതത്തിൽ വരാതെ. കാരണം നമുക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളൊന്നും നേടിയിട്ടില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. അതെന്നും നമ്മുടെ ബോധ്യമുണ്ടായിരിക്കണം. നിഗളിക്കാതെ, അഹങ്കരിക്കാതെ, താഴ്മയോടെ ജീവിക്കുക. ഈ ഭൂമിയെ കൈവശമാക്കുക. താഴ്മയുള്ളവനെ ഭൂമി കൈവശമാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് താഴ്മയുള്ളവരായി ഇരിപ്പാൻ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.